നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. രണ്ടാഴ്ചയായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അതിനിടയിൽ എനിക്ക് അടുത്ത പനിയും ചുമയും എല്ലാം ബാധിച്ചിരുന്നു. എന്തായാലും ഞാൻ ആരോഗ്യം വീണ്ടെടുത്തു, എല്ലാം തന്നെ സുഖപ്പെട്ടു. പക്ഷേ ഈ ഗ്യാപ്പിൽ നമുക്ക് IPO ഒന്നും തന്നെ നഷ്ടമായിട്ടില്ല. പുതിയ IPO ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഹമാസിൻ്റെ ഇസ്രായേൽ ആക്രമണം ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞു. കാരണം അത് നമ്മളുടെ മാർക്കറ്റിനെ ബാധിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ചെറുതായിട്ടൊന്ന് മാർക്കറ്റിനെ ബാധിച്ചെങ്കിലും അത് യാതൊരു തരത്തിലും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മളുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തീർച്ചയായിട്ടും സെക്കൻഡറി മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ഉയർന്നിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പ്രൈമറി മാർക്കറ്റിനെയും യാതൊരു തരത്തിലും അത് ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഉക്രൈൻ റഷ്യ വാർ വന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു ഭീതി ഉണ്ടായിരുന്നതിന് അർത്ഥമുണ്ടായിരുന്നു. കാരണം റഷ്യ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്, നമ്മൾ അവരിൽ നിന്ന് പെട്രോളിയം പ്രോഡക്റ്റുകൾ വാങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യുദ്ധം നമ്മളെ ഒന്ന് ബാധിച്ചിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ഹമാസിൻ്റെ ഈ ഇസ്രായേൽ ആക്രമണം ഒട്ടും തന്നെ നമ്മളെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. മാർക്കറ്റിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നും ഇന്ത്യയുടെ ഇക്കണോമി വളരെ കരുത്തുറ്റതാണെന്നും അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിനെ നല്ലപോലെ ആശ്രയിക്കാവുന്നതാണെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഇതാ IRM എനർജി ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ IPO ആണ് വന്നിരിക്കുന്നത്. IRM എന്ന് പറയുന്നത് അത് നാച്ചുറൽ ഗ്യാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന, അതായത് ഡൊമസ്റ്റിക് ആയിട്ടും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും അതുപോലെ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കും ഗ്യാസിൻ്റെ വിതരണം നടത്തുന്ന ഒരു കമ്പനിയാണ്. ഇത് പ്രസിദ്ധമായിട്ടുള്ള കാഡില ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു ഗ്രൂപ്പ് കമ്പനി കൂടിയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ IPO എന്ന് പറയുന്ന 545 കോടി രൂപയ്ക്കുള്ളതാണ്. അത് ഒക്ടോബർ 18-ാം തീയതി ഓപ്പൺ ചെയ്തിട്ട് 20-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ആ IPO വരുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. 2015-ലാണ് IRM എനർജി ലിമിറ്റഡ് എന്ന ഈ കമ്പനി കാഡില ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്ന ഗ്രൂപ്പിൽ നിന്നും ഉണ്ടാകുന്നത്. ഈ കമ്പനിയുടെ പ്രവർത്തനം നമുക്കറിയാം. നാച്ചുറൽ ഗ്യാസ് വീടുകളിലേക്കും അതുപോലെ കൊമേഴ്ഷ്യൽ പർപ്പസിനും ഇൻഡസ്ട്രിയൽ പർപ്പസിനും എല്ലാം വിതരണം ചെയ്യുന്നു. അതായത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ പെട്രോൾ പമ്പ് പോലെ തന്നെ ഗ്യാസിൻ്റെ പമ്പുകൾ, അവിടെ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടും ഉള്ള ഗ്യാസുകളും എല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് IRM എനർജി എന്ന് പറയുന്നത്. IRMൻ്റെ ഗ്യാസിനെ കുറിച്ച് നമ്മൾ മലയാളികളൊന്നും കേട്ടിട്ടില്ലെന്ന് തോന്നും. കാരണം മറ്റൊന്നുമല്ല, ഇത് അധികവും ഗുജറാത്ത്, പഞ്ചാബ്, പിന്നെ ദാമൻ ദിയു, തമിഴ്നാട് അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ്. അതായത് ഗുജറാത്തിലെ തന്നെ ബാണസ്കന്ദ എന്ന് പറയുന്ന സ്ഥലത്ത്, പഞ്ചാബിലെ ഫത്തേഗാർ സാഹിബ് എന്ന സ്ഥലത്തും, പിന്നെ ദാമൻ ദിയു കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ, പിന്നെ തമിഴ്നാട്ടിലുള്ള നമക്കൽ, തിരുച്ചിറപ്പള്ളി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ കമ്പനിയുടെ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. IRM എനർജി നൽകുന്ന CNG അല്ലെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പമ്പുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ വീടുകളിലേക്കുള്ള PNG ഉണ്ട്. PNG എന്ന് പറയുമ്പോഴത്തേക്കും പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ്, പൈപ്പ് വഴിയുള്ള വിതരണമാണ്. അത് വീടുകളിലേക്ക് മാത്രമല്ല, കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും ഇൻഡസ്ട്രിയൽ പർപ്പസിനും എല്ലാം വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് IRM എനർജിക്ക് 56 CNG ഫില്ലിംഗ് സ്റ്റേഷൻസ് ആണ് ഉള്ളത്. അതിൽ 2 എണ്ണം കമ്പനി നേരിട്ട് നടത്തുകയാണ്. 30 എണ്ണം ഡീലേഴ്സാണ് നടത്തുന്നത് ഇത്തരത്തിലുള്ള CNGയുടെ ഫില്ലിംഗ് സ്റ്റേഷൻസ്. 24 എണ്ണം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ നടത്തുക. കമ്പനിയുടെ കസ്റ്റമേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 184 ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സാണ് ജൂൺ 2023 കണക്ക് വെച്ച് കമ്പനിക്കുള്ളത്. അതുപോലെ തന്നെ 269 കൊമേഴ്ഷ്യൽ കസ്റ്റമേഴ്സും 500,000-ലധികം ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സുമാണ് കമ്പനിക്ക് ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യം, 226 എംപ്ലോയീസ് അവരുടെ പേറോളിൽ ഈ 2023 കണക്ക് വെച്ചുകൊണ്ട്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പെട്രോളിയം ഇൻഡസ്ട്രീസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ്, അതായത് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഗ്രോയിങ് കമ്പനി ഓഫ് ദ ഇയർ 2020 എന്നുള്ള അവാർഡ് IRM എനർജിക്കാണ് ലഭിച്ചത്. ഇനി IRM എനർജിയുടെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാഡില ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്, അതുകൂടാതെ IRM ട്രസ്റ്റ് ഇതിൻ്റെ പ്രൊമോട്ടറാണ്. കൂടാതെ ഡോക്ടർ രാജീവ് ഇന്ദ്രവാദൻ മോഡി, അദ്ദേഹത്തിൻ്റെയാണ് ഈ ചിത്രം കൊടുത്തിരിക്കുന്നത്. ഇവരാണ് ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടേഴ്സ്. ഇവരുടെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 67.94% ഓഹരികളുണ്ട്.
പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം ഇതിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിലെ ഒരു പ്രധാന ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് പെട്രോളിയം കമ്പനി ആയിട്ടുള്ള ഷിസോക്ക ഗ്യാസ് കമ്പനി. അവർ പ്രൊമോട്ടറൊന്നുമല്ല, ഇതിൽ ഒരു നിക്ഷേപകരാണ്. അവർ ഇതിൽ താല്പര്യം വരികയും ഇതിൽ 2 ഘട്ടങ്ങളിലായിട്ട് സ്റ്റേക്ക് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആവറേജ് അവർ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 463.62 രൂപയാണ്. 545.4 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് ഈ കമ്പനി റേസ് ചെയ്യുന്നത്. അതെല്ലാം തന്നെ ഫ്രഷ് ഓഹരികളാണ്. അപ്പോൾ ഈ പണം കമ്പനി വിനിയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയണമല്ലോ. അതിൽ 307.26 കോടി രൂപ അവരുടെ നമക്കൽ തിരുച്ചിറപ്പള്ളി തമിഴ്നാട്ടിലുള്ള ആ യൂണിറ്റുകളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ ഒരു 135 കോടി രൂപ അവരുടെ പേയ്മെൻറ്റ്സും അഡ്വാൻസസും എല്ലാം കൊടുത്തു തീർക്കുന്ന കടബാധ്യതകൾ തീർക്കുന്നതിനെല്ലാം വേണ്ടിയിട്ട് വിനിയോഗിക്കും. ബാക്കി പണമാണ് അവരുടെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി IRM എനർജിയുടെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാം തന്നെ അറിയപ്പെടുന്ന കമ്പനികൾ തന്നെയാണ്. ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്, മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ്, കൂടാതെ അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ്. ഈ കമ്പനികളുടെ എല്ലാം തന്നെ കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അടുത്തായിട്ട് നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസ് ഒന്ന് പരിശോധിക്കാം. റവന്യൂ ആണ് ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. 2020 165.66 കോടി രൂപയായിരുന്ന റവന്യൂ അടുത്ത വർഷം 211.81 ആയിട്ടും 2022 546.14 ആയിട്ടും 2023 1039.14 ആയിട്ടും വളർന്നിരിക്കുകയാണ്. അപ്പോൾ റവന്യൂവിൽ നല്ല വർധനവാണ് കമ്പനി ക്രമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ, കമ്പനിയുടെ ലാഭം നോക്കുകയാണെങ്കിൽ 2020 21.03 കോടി രൂപയായിരുന്നത് അടുത്ത വർഷമായപ്പോൾ 34.87 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അത് 2022 128.04 ആയിട്ട് വർദ്ധിച്ചു. അതിനുശേഷം 2023 63.08 ആയിട്ട് അല്പം കുറവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർജിൻ പെർസെൻറ്റേജിലും ഇവിടെ കുറവ് കാണുന്നുണ്ട്. അതിൻ്റെ കാരണം തീർച്ചയായിട്ടും നമ്മുടെ ഉക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രഷർ മാർക്കറ്റിനെ ബാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഇതിന് ശേഷമുള്ള ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രകടനം വളരെ മെച്ചമായിട്ടുണ്ട്. അപ്പോൾ ഈ മൊത്തത്തിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മികച്ച ഒരു റെക്കോർഡ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കമ്പനിയുടെ ലീഡ് മാനേജേഴ്സ് ബാങ്ക് ഓഫ് ബറോഡ ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡും HDFC ബാങ്ക് ലിമിറ്റഡുമാണ്. രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും. ഇനി നമുക്ക് IRM എനർജിയുടെ ഇഷ്യൂ ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഒക്ടോബർ മാസം 18 മുതൽ 20 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 480 രൂപ മുതൽ 505 രൂപ വരെയാണ്. 505 ആണ് അപ്പോൾ അപ്പർ ബാൻഡ് എന്ന് പറയുന്നത്. 1,08,00,000 ഓഹരികളാണ് പുതുതായിട്ട് മാർക്കറ്റിലേക്ക് കമ്പനി ഇറക്കുന്നത്. എല്ലാം തന്നെ ഫ്രഷ് ഓഹരികളായതുകൊണ്ട് ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. 545.4 കോടി രൂപയ്ക്കുള്ളതാണ് ഈ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞാൽ 29 ഓഹരികളാണ് ഒരു ലോട്ട് റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ റീറ്റെയിലർക്ക് വേണമെങ്കിൽ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 10 രൂപയാണ് ഈ ഓഹരിയുടെ ഫേസ് വാല്യൂ. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഡേറ്റുകളിലേക്കൊന്ന് പരിശോധിക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് ഒക്ടോബർ 27 ഇനി അന്ന് തന്നെ അത് ഓഹരി കിട്ടാത്തവർക്ക് റീഫണ്ട് ലഭിക്കുന്നതാണ്. പിന്നെ ഒക്ടോബർ 30 ഇത് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് ലഭിക്കുന്നത്. ഒക്ടോബർ 31 ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഒരു മറ്റ് ചില പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇത് എംപ്ലോയീസിന് IRM എനർജിയുടെ എംപ്ലോയീസിന് 48 രൂപ ഒരു ഓഹരിക്ക് ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ ഏകദേശം ഒരു 2,16,000 ഓഹരികൾ എംപ്ലോയീസിന് വേണ്ടി അവർ റിസർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇഷ്യൂ കഴിയുമ്പോൾ ഇതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ 41.06 കോടി രൂപയായിട്ട് മാറും. പെയ്ഡപ്പ് ക്യാപിറ്റൽ. പിന്നെ മാർക്കറ്റ് ക്യാപ്പ് അതിൻ്റെ അപ്പർ ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 2073.51 കോടി രൂപയ്ക്കുള്ളതായിട്ട് മാറും.
ഇനി ഇതിൻ്റെ ഡിവിഡൻഡ് പോളിസി നോക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ 2023-ലും 24-ലും 5% ഡിവിഡൻഡാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലും ലാഭം അനുസരിച്ച് കമ്പനി ഡിവിഡൻഡ് കൊടുക്കുമെന്ന് തന്നെയാണ് അവരുടെ ഡിവിഡൻഡ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഇഷ്യൂ ഒരു ഫുള്ളി പ്രൈസ്ഡ് ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും തന്നെ വളരെ മികച്ച ഒരു കമ്പനിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. 3 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇപ്പോൾ പ്രസൻസ് ഉള്ളൂ എങ്കിലും ഇത് വളരെയധികം മികച്ച ഒരു കമ്പനി തന്നെയാണ്. ലോങ് ടേം, ഷോർട്ട് ടേം എല്ലാ നിക്ഷേപകർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തായാലും വ്യക്തിപരമായിട്ട് ഇത് മികച്ച ഓഹരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഇതുവരെ കണ്ടതും കേട്ടതും IRM എനർജി ലിമിറ്റഡ് എന്ന IPOയുടെ വിശേഷങ്ങളാണ്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ കമൻറ്റുകൾ ഇടാൻ ഒരിക്കലും മറക്കരുത്. വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അടുത്ത ഒരു IPO വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.